സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടാം ഈ രാവിൽ ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടിടാം. മഞ്ഞണിഞ്ഞൊരീരാവിൽ മഹിതലമുറങ്ങുമീരാവിൽ താരവൃന്ദങ്ങൾ പോലും ശ്രുതി മീട്ടിടുന്നൊരീരാവിൽ വരവാൻ ജന്മസുഹൃതമായി മഹിതൻ അധിപതിയാൻ തിരുസുതൻ ജാതനാ പാടാം ഈ രാവിൽ ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടിടാം. തമസിലലിയുന്ന മാനസങ്ങളിൽ കിരണമായവൻ വന്നു. അരുണകിരണമായി അന്നുമിന്നും അവൻ കരുണ ചൊരിയുവാൻ വന്നു. പുതുയുഗ പിറവിയായി പുതുപുലരിതൻ ശോഭയായി പുതുയുഗ പിറവിയായി പുതുപുലരിതൻ ശോഭയായി വരവാ
ജന്മസുഹൃതമായി മഹിതൻ അധിപതിയായി തിരുസുതൻ ജാതനായി പാടാം ഈ രാവിൽ ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടിടാം. തിരുസുതന്റെ തിരുമേനി കാണുവാൻ വാനവൃന്ദം നിരന്നു. ദേവസൂരുവിൻ ദർശനം തേടി ഇടയരും വന്നു ചേർന്നു. താളമേളങ്ങളോടെ നാം ഒന്നായി ചേർന്നു പാടാം. താളമേളങ്ങളോടെ നാം ഒന്നായി ചേർന്നു പാടാം. വരവായി ജന്മസുഹൃതമായി മഹിതൻ അധിപതിയായി തിരുസുതൻ ജാതനായി പാടാം ഈ രാവിൽ ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടിടാം. മഞ്ഞണിഞ്ഞൊരീ രാവിൽ മഹിതലമുറങ്ങുമീ രാവിൽ താരവൃന്ദങ്ങൾ പോലും സ്തുതി മീട്ടിടുന്നൊരീ രാവിൽ വരവായി ജന്മസുഹൃതമായി മഹിതൻ അധിപതിയായി തിരുസുതൻ ജാതനായി പാടാം ഈ രാവിൽ ഇനിയൊന്നായി ഗ്ലോറിയ നിറയും മനമോടെ തിരുനാമം പാടിടാം. തിരുനാമം പാടിടാം. തിരുനാമം പാടിടാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ഒരുക്ക ദിനങ്ങളിലാണ് നാം. ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട വളരെ ചെറിയൊരു ചിന്ത നമുക്കൊരുമിച്ച് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് നാം ദർശിക്കുന്നത്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. എന്താണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം? തിരുവചനം ഇങ്ങനെയാണ് തുടർന്ന് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സാദൃശ്യം ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ വേഷം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ ക്രിസ്തുമസ് മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ സാദൃശ്യം ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പേരാണ് ക്രിസ്തുമസ്. അല്ലെങ്കിൽ ദൈവം തൻ്റെ ആകൃതി ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ ആകൃതിയിലേക്ക് കടന്നു വന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസിൻ്റെ മനുഷ്യരായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ഒരു ശൈലി നമ്മളും സ്വീകരിച്ചേ മതിയാവും. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതകാലം മുഴുവനും നമ്മൾ കാണുന്ന വസ്തുത ഇതുതന്നെയാണ്. അവൻ
ആരുടെ കൂടെയാണോ താൻ നടന്നു നീങ്ങുന്നത്, ആരുടെ കൂടെയാണോ താൻ ജീവിക്കുന്നത്, അവരുടെ ആകൃതിയിലേക്ക് അവൻ തന്നെ താഴുകയാണ്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ ആകൃതിയിലേക്ക് ഉയരുന്നതും അപരൻ്റെ ആകൃതിയിലേക്ക് താഴുന്നതിനും പറയുന്ന പേരാണ് ക്രിസ്തുമസ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഫിലിപ്പിയ ലേഖനത്തിൽ സുന്ദരമായ ഇപ്രകാരമാണ് നമ്മളോട് പറഞ്ഞത്. അവൻ മനുഷ്യൻ്റെ ആകൃതി സ്വീകരിച്ചു, കാരണം അവൻ മനുഷ്യരുടെ ഇടയിലേക്കാണ് കടന്നു വന്നത്. ഒരു ഉദാഹരണത്തിന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സുന്ദരമായൊരു ചിത്രമുണ്ട്. അന്ന് ഈശോ കടന്നു വന്നത് ആങ്ങള മരിച്ചതിൻ്റെ സങ്കടത്തിൽ വിങ്ങിപ്പൊട്ടി ചങ്ക് പിടച്ച് കഴിയുന്ന 2 പെങ്ങന്മാരുടെ വീട്ടിലേക്കാണ് അവൻ കടന്നു വന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആങ്ങള മരിച്ചതിൻ്റെ ദുഃഖത്തിൽ വിലപിച്ച് കഴിയുന്ന 2 സ്ത്രീകളെയാണ് തിരുവചനം അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന മാത്രയിൽ തന്നെ ലാസറിൻ്റെ ഒരു സഹോദരി മർത്ത, അവൾ ഈശോയുടെ വരവറിഞ്ഞ് തന്നെ ഓടിച്ചെന്ന്, ഒരുപക്ഷെ ഈശോ അവരുടെ ഭവനത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവനെ കണ്ടപാടെ അവൾ ചങ്കുപൊട്ടി നിലവിളിക്കുന്നുണ്ട്. അവളുടെ നിലവിളി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്പം കൂടി നേരത്തെ അങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഈ നഷ്ടം സംഭവിക്കില്ലായിരുന്നു. അവൾ ചങ്കുപൊട്ടി കരയുകയാണ് അവൾ. പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഈശോ അവളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, മറിയം എന്തിയേ? നിന്റെ മറ്റേ സഹോദരി എന്തിയേ? ഉടൻ തന്നെ ആരോ പോയി പറഞ്ഞു, ദേ നിങ്ങളുടെ ആങ്ങളയുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഉടനെ മറിയവും ഇറങ്ങിച്ചെല്ലുകയാണ്. മറിയവും ഈശോയെ കണ്ടപാടെ എന്താണോ മർത്ത നിലവിളിച്ച് കരഞ്ഞത്, അതുതന്നെയാണ് മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അലമുറ. ശരിക്കും അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അലമുറയാണ്, ചങ്ക് പൊട്ടിയുള്ള കരച്ചിലാണ് മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അവളും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങിത്തിരിയുടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് സംഭവിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം വളരെ ശക്തമായ വചനമാണ്, വളരെ ശ്രേഷ്ഠമായ വചനമാണ്. ചങ്കുപൊട്ടി നിലവിളിക്കുന്ന ഈ 2 സഹോദരിമാരുടെ മുമ്പിൽ നിന്ന് ഈശോ അവരുടെ കൂടെ കരഞ്ഞു. തിരുവചനത്തിൽ ഇത്രയും ശക്തമായൊരു വചനമുണ്ടോ? ചങ്കുപൊട്ടി നിലവിളിക്കുന്ന ആ സ്ത്രീകളുടെ കൂടെ നിന്ന് അവരുടെ നിലവിളി ഏറ്റെടുത്ത്, അവരുടെ നൊമ്പരമേറ്റെടുത്ത് അവരെ പോലെയായി അവൻ അവരുടെ കൂടെ നിന്ന് കരഞ്ഞു. ഇതാണ് ക്രിസ്തുമസ്. അവൻ അവരുടെ ആകൃതി സ്വീകരിച്ചു. നിലവിളിക്കുന്ന ആ മനുഷ്യരുടെ ആകൃതി ആ സമയം അവൻ ഏറ്റെടുത്തു, എന്നിട്ട് കൂടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി. ക്രിസ്തുമസ് താനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ശൂന്യനാക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ്. എന്നിട്ടോ ആരുടെ കൂട്ടത്തിലാണോ അവൻ ജീവിക്കേണ്ടത്, ആരുടെ കൂടെയാണോ ഉറങ്ങി, ആരെ രക്ഷിക്കാനാണോ ദൈവപിതാവ് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, ആരുടെ കൂടെ തട്ടിയും മുട്ടിയും അവൻ ജീവിക്കണമോ, അവരുടെ ആകൃതി അവൻ സ്വീകരിച്ചു. അതാണ് ബലഹീനതകളുള്ള മനുഷ്യൻ്റെ രൂപവും സാദൃശ്യവും ദൈവം സ്വീകരിച്ചു. ക്രിസ്തുമസ് ഇതാണ്. അതിൻ്റെ വളരെ സുന്ദരമായ പ്രതിഫലനമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കണ്ടത്. അവർ സങ്കടക്കടലിലാണ് ആ 2 സ്ത്രീകൾ. അവർ നൈരാശ്യത്തിലാണ് ആ 2 സ്ത്രീകൾ. ആ 2 സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് ചങ്ക് പൊട്ടി അവർ നിലവിളിക്കുമ്പോൾ ഈശോ അവരുടെ കൂടെ നിന്ന് അവരുടെ ചങ്കിലെ വേദന ഒപ്പിയെടുത്തിട്ട് വാവിട്ട് നിലവിളിക്കുന്നു. കൂടെ നിന്ന് അവരുടെ ഷേപ്പ്, അവരുടെ ആകൃതി അവൻ സ്വന്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ സംഭവിക്കുന്ന വിപത്ത്, കൂടെയുള്ളവരുടെ ആകൃതി സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന സങ്കടകരമായ വസ്തുതയുണ്ട്. ഉദാഹരണം, ഒരു വീട്ടിലേക്ക് നോക്കിയാൽ ഭാര്യയുടെ സങ്കടം ഭർത്താവിന് മനസ്സിലാവുന്നില്ല. ഭാര്യയുടെ നൊമ്പരത്തെ
കൂടെ ജീവിക്കുന്ന ഭർത്താവിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ല. എനിക്കെൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ നൊമ്പരത്തെ എനിക്ക് മനസ്സിലാവുകയും അവൻ്റെ നൊമ്പരത്തോട് ഞാൻ ചേരുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ ആകൃതി സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കവനെ മനസ്സിലാവില്ല. അതുകൊണ്ട് ക്രിസ്തുമസ് അപരൻ്റെ ആകൃതിയിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്ന സുന്ദരമായ ദിവസമാണ്, അല്ലെങ്കിൽ സുന്ദരമായ അനുഭവമാണ് ക്രിസ്തുമസ്. അപരൻ്റെ ആകൃതിയിലേക്ക് പതുക്കെ 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 ഞാൻ നടന്നെടുക്കുക. ഈശോയുടെ ജീവിതത്തിലെ മറ്റൊരു സുന്ദരമായ നിമിഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് ഈശോയുടെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ശേഷമാണ്. കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ഈശോയ്ക്ക് എന്തു പറ്റിയെന്നറിയാൻ, ഈശോയെ കൊണ്ട് അടക്കി ഈശോയ്ക്ക് എന്തു പറ്റിയെന്നറിയാൻ വളരെ വ്യഗ്രതയോടുകൂടിയാണ് അവൻ്റെ സമൂഹം, കൂടെ നടന്ന സമൂഹം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മറിയത്തെക്കുറിച്ച് സുന്ദരമായൊരു സൂചനയുണ്ട്. മറിയം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൾ കല്ലറയിലേക്ക് ഓടി എന്നാണ് തിരുവചനം പറയുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ശൂന്യമായ കല്ലറ. അവൾ തിരിച്ചോടി ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ. കല്ലറയിൽ നമ്മുടെ ഗുരുവിനെ കാണാനില്ല. ശിഷ്യന്മാരും അവളുടെ കൂടെ വീണ്ടും ഓടുന്നുണ്ട്. അങ്ങനെ ചെന്ന് അവർ സ്ഥിരീകരിച്ചു, ഈശോ കല്ലറയ്ക്കകത്തില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നവർ സ്ഥിരീകരിച്ചു. ശിഷ്യന്മാർ മടങ്ങിപ്പോന്നു. പക്ഷേ മറിയത്തെക്കുറിച്ച് തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന വാക്യം എങ്ങനെയാണ്? അവൾ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പശ്ചാത്തലം ഇതാണ്. കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ധാരാളം പേർ ജീവിക്കുന്ന മണ്ണിലാണ് നമ്മൾ അധിവസിക്കുന്നത്. നമ്മുടെ വീടിനകത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ധാരാളം പേർ ജീവിക്കുന്ന മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീടിന് പുറത്ത്, നമ്മളുടെ ജോലിസ്ഥലത്ത് കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ധാരാളം പേർ അധിവസിക്കുന്ന മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ, ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് മറിയം അവിടെ നിൽക്കുമ്പോൾ, അപ്പുറത്ത് നിന്ന് വലിയൊരു സ്വരം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്വരം എന്താ? മറിയം, എന്തിനാണ് നീ കരയുന്നേ? മറിയം, എന്തിനാണ് നീ കരയുന്നേ? നോക്കൂ, അവിടെ ഈശോ അവളുടെ ആകൃതി സ്വീകരിക്കുകയാണ്. അവളുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവളാണ് അവൾ. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വേള അവൾ ഗുരുവിനെ കണ്ടുമുട്ടി. അന്നാണ് അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായത്. അന്നാണ് അവളൊരു മനുഷ്യ സ്ത്രീയായി അവൾ തന്നെ പരിഗണിക്കാൻ തുടങ്ങിയത്. അന്നാണ് അവൾക്ക് തോന്നിയത് ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്. അങ്ങനെയാണ് അവൾ ആ ഗുരുവിൻ്റെ കൂടെ കൂടിയത്. പക്ഷേ പെട്ടെന്നൊരു ദിനം ഗുരു അവളിൽ നിന്നും മറയുകയാണ്, അല്ലെങ്കിൽ ഗുരുവിനെ അവർ കൊല്ലുകയാണ്. അതോടുകൂടി ഒറ്റപ്പെട്ടതൊരു പക്ഷേ മറിയമാണ്. അവളുടെ ചങ്കിൻ്റെ വേദന ആര് മനസ്സിലാക്കും? അവളെ ഇനി ആരൊന്ന് മനുഷ്യ സ്ത്രീയായി കാണും? അങ്ങനെയാണ് നിലവിളിച്ചുകൊണ്ട്, ആരുമില്ലാത്തതിൻ്റെ നൊമ്പരത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടെ നിൽക്കുമ്പോൾ അവളുടെ നൊമ്പരത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഗുരു അവളുടെ അടുക്കലെത്തുകയാണ്, അവളുടെ ആകൃതി സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചത്, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തുമസ്. കരയുന്നവൻ്റെ ആകൃതിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി എന്തു പറ്റി എന്ന് ചോദിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ്. ക്ഷീണിച്ചവൻ്റെ അടുക്കലേക്ക് ഞാൻ നടന്നു ചെന്നിട്ട് ക്ഷീണിച്ചവൻ്റെ കൈകളിൽ പിടിച്ച് എന്തു പറ്റി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ക്രിസ്തുമസിൻ്റെ മനുഷ്യനാവുകയാണ്. വയറൊട്ടിയവൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട്, പരാജയപ്പെട്ടവൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവൻ്റെ പരാജയങ്ങളിലേക്ക് നോക്കി സാരമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പരാജിതൻ്റെ ആകൃതി സ്വീകരിക്കുകയാണ്.
ഇതിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കൂടെ നിൽക്കാനും സങ്കടമൊപ്പാനും എന്തു പറ്റി എന്ന് ചോദിക്കാനും എത്രയോ പേരുടെ സങ്കടം ഇന്ന് എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരവും, ഒരുപക്ഷെ ഞാൻ പരാജിതയായിരിക്കാം, എൻ്റെ പരാജയങ്ങളെ എൻ്റെ ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭവനങ്ങളിൽ നിന്നും ക്രിസ്തുമസ് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പരാതിയുണ്ട്. കുഞ്ഞുങ്ങളുടെ നൊമ്പരങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് പരാതിയുണ്ട്. കുട്ടികൾക്ക് പരാതിയുണ്ട്. അധ്യാപകർ കുട്ടികളെ മനസ്സിലാക്കുന്നില്ല എന്നത് കുട്ടികളുടെ പരാതിയാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പരാതി ഇന്ന് ഇങ്ങനെ തന്നെയാണ്. എന്നെ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ മതത്തിലുള്ളവർ, എൻ്റെ ഇടവകയിലുള്ളവർ, എൻ്റെ കൂട്ടായ്മയിലുള്ളവർ, എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരുവൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരയുമ്പോൾ, പരാതിപ്പെടുമ്പോൾ, അവൻ്റെ ആകൃതി സ്വീകരിച്ച മനുഷ്യർ നമുക്കിടയിലില്ല എന്ന് അവൻ സങ്കടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് അപരൻ്റെ ആകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ്. എന്തുകൊണ്ടാണ് മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിൽ ആ സ്ത്രീ ഘട്ടങ്ങളിൽ അവർ അംഗീകരിക്കപ്പെടുന്നില്ല? സംശയദൃഷ്ടിയോടെ മനുഷ്യർ അവരെ വീക്ഷിക്കുന്നുണ്ട്. മതം മാറ്റാൻ ഞങ്ങളുടെ പട്ടണത്തിൽ വന്നിരിക്കുന്ന സ്ത്രീയാണെന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മദർ തെരേസ എന്ന് പറയുന്ന ആ കന്യാസ്ത്രീ ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് മദർ തെരേസ മരിച്ചപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ഭരണാധിപന്മാർ വന്ന് ആ ശവശരീരത്തിന് മുമ്പിൽ സല്യൂട്ട് അടിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല, ഇത്രത്തോളം മനുഷ്യരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ, കരയുന്ന മനുഷ്യരുടെ, സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ചങ്കുപൊട്ടി നിലവിളിക്കുന്ന മനുഷ്യരുടെ ആകൃതിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഈ നൂറ്റാണ്ടിൽ മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ട് എന്തു പറ്റി? ചങ്കുപൊട്ടി കരയുന്ന മനുഷ്യരുടെ ആകൃതിയിലേക്ക് ആ കന്യാസ്ത്രീ കടന്നു വന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആ കന്യാസ്ത്രീയുടെ മുഖത്ത് അവർ ദൈവത്തെ കണ്ടു. അതുകൊണ്ടാകണം ഒരു കുട്ടി മദർ തെരേസയോട് ഇപ്രകാരം പോലും ചോദിച്ചിട്ടുണ്ട്, അങ്ങ് ദൈവമാണോ? ആർ യു ഗോഡ്? അങ്ങ് ദൈവമാണോ? ആ ചോദ്യം ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ നിന്ന് മദർ തെരേസയുടെ മുഖത്ത് നോക്കി ആ കുഞ്ഞിന് ചോദിക്കാൻ തോന്നിയതിൻ്റെ കാരണം, ആ കുഞ്ഞ് കണ്ടത് ഒരു സിസ്റ്ററിനെ അല്ല. ആ കുഞ്ഞ് കണ്ടത് ഒരു മതത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയല്ല. പകരം എൻ്റെ വയറ്റിലെ വിശപ്പിൻ്റെ പൊള്ളൽ തിരിച്ചറിഞ്ഞ് ആ ആകൃതിയിലേക്ക് ഇറങ്ങി വന്ന ഒരു സ്ത്രീ. അങ്ങനെയാണ് മദർ തെരേസയെ ആ കുഞ്ഞ് കണ്ടത്. ലോകം കണ്ടത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ഈശോ മിശിഹ ചെയ്തതും മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ക്രിസ്തുമസിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ആ കീർത്തനം അവർ ആലപിച്ചു. ബത്ലഹേം മലമടക്കുകളിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാരുടെ മുൻപിൽ മാലാഖമാർ ആ കീർത്തനം ആലപിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് ആ സദ്വാർത്ത? നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ രക്ഷകൻ ആരാണ്? ആ രക്ഷകൻ മനുഷ്യരുടെ സാദൃശ്യത്തിലേക്കും മനുഷ്യരുടെ ആകൃതിയിലേക്കും ദൈവത്തിൻ്റെ ആകൃതിയിൽ നിന്ന് മനുഷ്യൻ്റെ സ്വരൂപത്തിലേക്ക് കടന്നു വന്ന ദൈവമാണ് ആ രക്ഷകൻ. അതുകൊണ്ട് ക്രിസ്തുമസിൽ നമുക്കൊരു വലിയ ആഹ്വാനമുണ്ട്. മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ, കൂടെ താമസിക്കുന്ന മനുഷ്യരുടെ ആകൃതിയിലേക്ക് പതുക്കെ 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 നടന്നെടുക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുന്ദരമായ മറ്റൊരു ചിത്രം കൂടി നാം കാണേണ്ടതുണ്ട്. ഈശോയും ശിഷ്യന്മാരും കൂടി യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന സമയത്താണ് വഴിയരികിലിരുന്ന്
കണ്ണു കാണാൻ വയ്യാത്ത ഒരു മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുന്നത്. എന്താണ് അവൻ്റെ നിലവിളിയുടെ ആഴം? ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. അയാൾ അന്ധനാണ്, അയാൾ യാചകനാണ്, അയാൾ പരാശ്രയം മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അയാൾ നിലവിളിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ശിഷ്യന്മാർ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക. അവനെ ശകാരിച്ചു. പക്ഷേ ഈശോ അവിടെ നിന്നു. അവൻ്റെ നിലവിളി കേട്ട് കർത്താവ് അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആകൃതിയിലേക്ക് പതുക്കെ പതുക്കെ അവൻ കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന കർത്താവ് പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വിളിക്ക്. അവനെ മനസ്സിലായത് ഈശോയ്ക്ക് മാത്രമാണ്. അവൻ്റെ നൊമ്പരം മറ്റുള്ളവർ അവനെ ശകാരിച്ചു മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഈശോ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ്റെ സങ്കടത്തിലേക്ക് ചെല്ലുകയാണ്. അവൻ്റെ നൊമ്പരത്തിലേക്ക് ചെല്ലുകയാണ്. അവൻ്റെ കണ്ണീരിൻ്റെ കാരണത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലേക്ക്, മനുഷ്യൻ്റെ വേദനകളിലേക്ക് പതുക്കെ 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 എൻ്റെ സ്വകാര്യതകളിൽ നിന്ന്, എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് അവരൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എന്തുപറ്റി, സാരമില്ല, മടുത്തോ, ഇത്തരം ചോദ്യങ്ങളുമായി, ജീവനുള്ള ചോദ്യങ്ങളുമായി ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക്, അത് വീടിനകത്താവാം, അത് ജോലിസ്ഥലത്താവാം, അത് അയൽപക്കത്താവാം, അവൻ്റെ അടുത്തേക്ക്, അവൻ്റെ സങ്കടങ്ങളിലേക്ക് ഞാൻ പതുക്കെ 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 ഇറങ്ങിച്ചെല്ലുമ്പോൾ, അവൻ്റെ ആകൃതിയിലേക്ക് ഞാൻ എന്നെ തന്നെ മാറ്റുമ്പോൾ ഞാൻ ക്രിസ്തുമസിൻ്റെ മനുഷ്യനാവുന്നു. ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കിപ്രകാരം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ആകൃതി ഉപേക്ഷിച്ചിട്ട് അപരൻ്റെ ആകൃതിയിലേക്ക് നടന്നെടുക്കുവാൻ എന്നെ തടസ്സപ്പെടുത്തുന്നത് എൻ്റെ സ്വാർത്ഥതയാണോ, എൻ്റെ അഹം ഭാവമാണോ? അങ്ങനെയെങ്കിൽ അതുപേക്ഷിച്ച് മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നടന്നെടുക്കാം. നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാവട്ടെ: എൻ്റെ കർത്താവേ, എനിക്ക് ചുറ്റുമുള്ളവരിൽ അവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി അവരുടെ ആകൃതി സ്വീകരിച്ച് അവരോടൊപ്പം കരയാൻ, അവരെ ചേർത്ത് നിർത്താൻ, ക്രിസ്തുമസിൻ്റെ മനുഷ്യനായി ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവത്തിൻ്റെ ആകൃതി ഉപേക്ഷിച്ച് മനുഷ്യരുടെ ആകൃതിയിലേക്ക് കടന്നു വന്ന അങ്ങ് ഞങ്ങളെ അങ്ങനെ ജീവിക്കാൻ നിരന്തരം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ അങ്ങയെ കാണാനും അവരുടെ നൊമ്പരങ്ങളിലേക്ക് ഞങ്ങൾക്കിറങ്ങിച്ചെന്ന് അവരുടെ ആകൃതിയിൽ അവരോട് സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ തലോടാനും അങ്ങനെ ക്രിസ്തുമസ് ഞങ്ങളിലൂടെ തുടരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന